ഫ്രാൻസിന്റെ തെരുവുകളിൽ നിന്നും കാൽപന്തിന്റെ വന്യമായ വേഗതയിലേക്ക് ഓടിക്കയറിയ ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. 18-ാം വയസ്സിൽ ലോക കിരീടത്തിൽ മുത്തമിട്ട് പെലെയ്ക്ക് ശേഷം ആ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അവനായിരുന്നു കിലിയൻ എംബാപ്പെ. ലോകരാജാവായ മിശിഹയെയും അവന്റെ അർജന്റീനൻ പടയെയും ഫൈനലിൽ നെഞ്ചിടിപ്പോടെ നിർത്തിയ ഫ്രഞ്ച് നായകൻ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് ഗോളുകൾ അടിച്ചുകൂട്ടി. അവൻ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. PSG മൈതാനങ്ങളെ ഗോൾ മഴയാൽ വിറപ്പിച്ച ഒടുവിൽ റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് നടന്നു കയറിയപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആദരവോടെ നോക്കി നിന്നു. ഫുട്ബോൾ ലോകകപ്പിൽ പോരാട്ടം കിരീടത്തിന് വേണ്ടി മാത്രമല്ല, അതിനപ്പുറം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ ആരാണെന്നതിനും ഗോൾഡൻ ബൂട്ട് ആർക്കാണെന്നതിനും വേണ്ടിയുള്ള യുദ്ധം കൂടിയാണ് അവിടെ നടക്കുന്നത്. ഒരു വശത്ത് 39-കാരനായ സാക്ഷാൽ ലയണൽ മെസ്സി, മറുവശത്ത് കാൽപന്തിന്റെ പുതിയ സുൽത്താൻ 27-കാരനായ കിലിയൻ എംബാപ്പെ. ഇപ്പോഴിതാ തന്റെ ഉജ്ജ്വല ഫോം തുടർന്ന് ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ പുതിയൊരു ചരിത്ര നേട്ടത്തിന്റെ നെറുകയിലാണ്. 2026 ലോകകപ്പിന്റെ ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് തുടർച്ചയായ 3-ാം തവണയും ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുമ്പോൾ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി പാഴാക്കിയെങ്കിലും തോറ്റുകൊടുക്കാൻ എംബാപ്പെ തയ്യാറായിരുന്നില്ല. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ മൊറോക്കൻ ഗോൾ കീപ്പറെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് എംബാപ്പെ തൊടുത്ത ആ വെടിയുണ്ട അത് കൃത്യമായി വലയിലെത്തി. തൊട്ടു പിന്നാലെ ഉസ്മാൻ ഡംബേലയും ഗോൾ നേടിയതോടെ ഫ്രാൻസിന്റെ വിജയം പൂർത്തിയാകുകയായിരുന്നു. മൊറോക്കോയ്ക്കെതിരെ നേടിയ ആ ഒറ്റ ഗോളോടെ എംബാപ്പെ തന്റെ ലോകകപ്പ് കരിയറിലെ ഗോൾ നേട്ടം 20-ആയി ഉയർത്തി. 2018, 2022, 2026 ലോകകപ്പിലായി 20 ഗോളുകൾ തികച്ച ഈ 27-കാരൻ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മെസ്സിയുടെ സർവകാല റെക്കോർഡിന് തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. വെറും 1 ഗോൾ കൂടി നേടിയാൽ എംബാപ്പയ്ക്ക് മെസ്സിക്കൊപ്പം എത്താം. ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലും മെസ്സിക്കൊപ്പം എംബാപ്പെ ഒന്നാമതെത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ഫ്രാൻസിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 100 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയാകുന്ന ആദ്യ താരമെന്ന റെക്കോർഡും ഇനി ഈ ഫ്രഞ്ച് രാജകുമാരന് സ്വന്തമാണ്. ആ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചും മറ്റാരുമല്ല, വിജയത്തിന് പിന്നാലെ എംബാപ്പെ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. ഇനി സ്വപ്നത്തിലേക്ക് അല്പം കൂടി അടുത്തേക്ക്. അതെ, ഇനി വരാനിരിക്കുന്ന സെമി ഫൈനൽ നേരിടാൻ ഫ്രഞ്ച് പടയൊരുങ്ങുമ്പോൾ ലോകം കാത്തിരിക്കുകയാണ് എംബാപ്പെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ആ മാന്ത്രിക നിമിഷത്തിനായി.